ഹലോ ഗൈസ്, അപ്പോൾ നല്ല അടിപൊളിയുള്ള കണ്ടംപററി ഡിസൈൻ ഉൾപ്പെടെ നമുക്ക് നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ജംഗ്ഷൻ്റെ അടുത്തായിട്ട് സമീപമായിട്ട് ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് ഇന്നത്തെ നമുക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് നമുക്കൊരു വില്ല പ്രോജക്റ്റ് നടക്കുന്ന ഒരു ഏരിയയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സമീപം കാവുംപുറം ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്ത ഒരു അടിപൊളി വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നല്ല 3D എലിവേഷനും അതുപോലെ തന്നെ എ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടുള്ളൊരു കണ്ടംപററി ഡിസൈൻ കൊടുത്ത് മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ലുക്ക് തന്നെ ഈ ഒരു വീടിന് കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. റോഡൊക്കെ നല്ല NH പോലെ കിടക്കുന്ന അടിപൊളിയായിട്ടുള്ള വീതിയുള്ള റോഡാണ്. അപ്പോൾ നമുക്ക് സിറ്റിക്കകത്തൊക്കെ പോകാനായിട്ട് ഒരു 20-25 മിനിറ്റിൻ്റെ ടൈം മാത്രമേ ട്രാവൽ മാത്രമേ നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ അത്രയും നല്ല സൗകര്യപ്രദമായ ഒരു സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് എല്ലാം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിലോട്ട് നമുക്കൊന്ന് കിടക്കാം. അപ്പോൾ ഈ വീടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 4 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന അടിപൊളി വീടാണ്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാണുന്നത് പോലെ തന്നെ ഫ്രണ്ടേജ് എല്ലാം ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഇൻ്റർലോക്കും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു വൈഡ് ഓപ്പണിംഗ് ആയിട്ട് ഇതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് വരുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ ഒരു SUV കോമ്പാക്റ്റ് വണ്ടികളായാൽ പോലും സുഖമായിട്ട് കോമ്പൗണ്ടിനകത്ത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വീട്ടിനകത്ത് കയറാൻ പറ്റുന്ന രീതിയിലുള്ള എൻട്രൻസ് ആണ് വന്നിട്ടുള്ളത്. ഒരു ഫോൾഡിംഗ് ഗേറ്റും അതുപോലെ തന്നെ സ്ലൈഡിംഗ് ഗേറ്റുമായിട്ടാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജ് നമ്മൾ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ഇതേപോലെ ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടേജ് നമുക്കുണ്ട്. ഇത്രയും വലിയൊരു കാർ പാർക്കിംഗ്, ഒരു കവേർഡ് കാർ പാർക്കിംഗ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സൈഡിലായിട്ട് തന്നെ ഒരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളും സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം. ഈ സൈഡിലായിട്ട് നമുക്ക് പൈപ്പ് കണക്ഷനും നനക്കല്ലും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 വീലേഴ്സും അല്ലെങ്കിൽ ഒരു കാറും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. കോർണറായിട്ട് ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു ഭാഗത്തെ വീടിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുമ്പോഴത്തേക്കും. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സിറ്റൗട്ടെല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ടാണ് ചെയ്തേക്കുന്നത്. 15x8 ഡയമെൻഷൻ വരുന്ന നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ട് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഈ ചുമര് മുഴുവൻ ടെക്സ്ചർ വർക്കും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വോൾ മുഴുവനും വരുന്നത്. അത് പോയിട്ട് നമുക്ക് ബാക്കി വരുന്ന വോൾ മുഴുവനും വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനാക്കി കൊടുത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും. ഫ്രണ്ട് ഡോർ നമുക്ക് മുഴുവനായിട്ട് തേക്കിൻ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള വർക്കും കാര്യങ്ങളും ഈ ഒരു മെയിൻ ഡോറിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 വോളിൻ്റെ സൈഡിൽ നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും ആ ഡോറിന് പ്രത്യേക ഒരു ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് കിടക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ. സോഫയും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കിവിടെ ചെയ്തിട്ടിട്ടുണ്ട്. പ്ലസ് നല്ല മനോഹരമായ ഒരു TV യൂണിറ്റ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ലിവിങ് ഏരിയ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തരാം. നല്ല മനോഹരമായ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. 14x18 ഡയമെൻഷനാണ് നമുക്ക് ഈ ലിവിങ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സോഫയും കാര്യങ്ങളും. കർട്ടൺ ബ്ലിൻസ് നമുക്ക് ഓൾറെഡി ഇവിടെ വരുന്നുണ്ട്. TV യൂണിറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. എത്ര വലിയ TV ആയാലും മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടെയാണ് നമുക്ക് TV യൂണിറ്റ് ഏരിയ വരുന്നത്. ഫോൾ സീലിംഗ് വർക്കല്ല, ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളതും. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് നേരെ വീണ്ടും ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ട് പോകാം. ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് പോകുന്നതിന് മുമ്പേ ചെറിയൊരു പാർട്ടീഷൻ ലെവൽ എന്നുള്ള രീതിയിൽ മുകളിൽ ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷൻ ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഭാഗമാണ് ഈ കാണുന്നത്. 6 ചെയർ ഉൾപ്പെടെ വരുന്ന ഒരു ഡൈനിങ് ടേബിൾ ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 14x14 ഡയമെൻഷൻ വരുന്ന ഒരു ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ നമുക്ക് വരുന്നുണ്ട്. ചെറിയ ആർട്ട് വർക്കും കാര്യങ്ങളെല്ലാം ചുമരിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് അതുപോലത്തെ പാനൽ വർക്കും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഇതിന് വേണ്ടിയുള്ളൊരു വാഷിംഗ് ഏരിയ നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ്
നമുക്ക് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഷ് കൗണ്ടർ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും സ്മാർട്ട് മിററും അതുപോലെ തന്നെ ജാഗ്വറിന് നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഉൾപ്പെടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പാനൽ വർക്കും കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് മോഡൽ ഡിസൈനാണ് നമുക്ക് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് വരുന്ന ചെറിയൊരു സ്പേസ് കാര്യങ്ങളെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് എല്ലാം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോവാം. നല്ലൊരു മനോഹരമായ ഒരു ഓപ്പൺ മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് വീടിന് വന്നിട്ടുള്ളത്. ഫ്രണ്ട് നമുക്ക് പാർട്ടീഷൻ എൻട്രൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്താണ് ഡെക്കറേറ്റീവായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ളതും. അപ്പോൾ ഈ കാണുന്നതാണ് കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല കളർ കോമ്പിനേഷൻ തീമും കാര്യങ്ങളും ഉൾപ്പെടെ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു കിച്ചൺ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്, ഫ്ലോറിങ്ങിനായിട്ട് കൊടുത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം നമുക്ക് കിച്ചണിലും ചെയ്തിട്ടുണ്ട്. ചിമ്മിനിയും ഹോബും നമുക്ക് ഓൾറെഡി ഇവിടെ ഇൻബിൽഡ് ആണ് വരുന്നത്. ഒരു സ്മാർട്ട് സിങ്കും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു വാട്ടർ പ്യൂരിഫയറും നമുക്കിവിടെ വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് മോഡേൺ രീതിയിലുള്ള വർക്കും കാര്യങ്ങളാണ് ഈ കിച്ചണിൽ ചെയ്തിട്ടുള്ളത്. 14x12 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു കിച്ചണിൻ്റെ സ്പേസ് നമുക്ക് വരുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. വർക്ക് ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് നമുക്ക് കവറപ്പാക്കിയാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ കിണറിൻ്റെ പൊസിഷൻ നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവറപ്പാക്കി എടുത്ത് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ്. സ്ലാബും അതുപോലെ തന്നെ അടിയിൽ നമുക്ക് സ്റ്റോറേജ് ഏരിയയും സിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയൊരു പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് ഫ്ലോർ പ്ലാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് 12x14 ഡയമെൻഷൻ വരുന്ന ബെഡ്റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. ടെക്സ്ചർ വർക്കും ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വോൾ ആർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു കോർണറിൽ ചെയ്തിട്ടുണ്ട്. കർട്ടൻ ബ്ലിൻസ് ഉൾപ്പെടെയാണ് നമുക്ക് ഇത് വരുന്നത്. ഒരു വാൾ റൂപ്സ് ഓൾറെഡി ഇവിടെ നമുക്ക് ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് മിററും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാൾ റൂപ്സാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. കളർ തീമും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടാണ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പാനൽ വർക്ക് ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് വരുന്നുണ്ട്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ്. ബെഡ് സ്പേസും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് ബെഡ് സ്പേസിൻ്റെ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫോൾ സീലിംഗ് ഡെക്കറേറ്റീവായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനാക്കി ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ നേരെ കാണാൻ പോകുന്നത് റൂമിൻ്റെ അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഷെയറുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തടിയും അതുപോലെ തന്നെ അയണിൻ്റെ ഇതാണ്, ഇരുമ്പിൻ്റെ ഇതാണ് നമുക്ക് ഹാൻഡിൽസ് എല്ലാം വരുന്നത്. ഈ ഒരു ഡിസൈനിലെ ഹാൻഡിൽസും കാര്യങ്ങളാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വരുന്ന കംപ്ലീറ്റ് ആയിട്ട് സ്ട്രിപ്സും കാര്യങ്ങളാണ് ഡെക്കറേഷനാക്കി നമുക്ക് കൊടുത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം വരുന്നത് നമുക്ക് ഗ്രിപ്ഡ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അടിപൊളിയായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. ടി വി യൂണിറ്റ് ഉൾപ്പെടെയാണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് എത്ര വലിയൊരു ടി വി ആയാലും മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പാനൽ വർക്കാണ് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് എല്ലാം ഈ ഒരു പാറ്റേണിൽ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് ഫോൾ സീലിംഗിലെ വർക്കെല്ലാം കൊടുത്തിട്ടുള്ളത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ലിവിങ് ഏരിയയുടെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും 20x22 നമുക്ക് ലിവിങ് ഏരിയ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വാസ്റ്റ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ലിവിങ് ഏരിയ കഴിഞ്ഞ് നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മളീ പോകുന്നത്. 12x14 ഡയമെൻഷൻ വരുന്ന ബെഡ്റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. താഴെ കണ്ടതുപോലെ തന്നെ ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു വാൾ ആർട്ട് നമുക്ക് ഡിസൈനും കാര്യങ്ങളെല്ലാം ഈ ഒരു കോർണറിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വാൾ റൂപ്സ് നമുക്കിവിടെ ഓൾറെഡി വരുന്നുണ്ട്. ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെയാണ് നമുക്കിവിടെ വരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് ഈ ഡിസൈനാണ് നമുക്ക് ഫോൾ സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനാക്കി
ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളതും. ടോപ്പ് എൻഡ് വരെ നമുക്ക് ടൈൽസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ബാക്കിയുള്ള 2 റൂംസും ഈ കാണുന്ന 2 റൂംസാണ്. ഫസ്റ്റ് ഫ്ലോറിലത്തെ 2ാമത്തെ റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബെഡ്റൂമാണ് ഇത്. 16x20 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ വീതിയുള്ള ഡയമെൻഷനുള്ള മനോഹരമായൊരു ബെഡ്റൂം. കോർണറിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ടെക്സ്ചർ വർക്കും കാര്യങ്ങളും വരുന്നൊരു വോൾ ആർട്ട് വരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് നമുക്ക് പാനൽ വർക്കും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ചുമരാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ചെറിയൊരു വാൾ റൂഫ്സ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു വാൾ റൂഫ്സ് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു വാൾ റൂഫ്സിൽ വരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു റൂം തന്നെയാണിത്. ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് വർക്കാണ് വരുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും ഡെക്കറേഷൻ ആക്കി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിതും. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു റൂമിനോടുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. ഹീറ്റർ പോർഷൻസ് എല്ലാം ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ നമുക്ക് ലാസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x14 ഡയമെൻഷൻ വരുന്ന റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. കോർണറിൽ വരുന്ന നല്ല മനോഹരമായ ടെക്സ്ചർ വർക്ക് ഉൾപ്പെടെ വരുന്ന ഒരു ഏരിയ. അതുപോലെ തന്നെ വാൾ റൂഫ്സും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഭാഗം നമുക്കിവിടെ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് ആണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷൻ ആക്കി ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ് ഈ റൂമിനോട് ചേർന്നുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും സ്പേഷ്യസ് ആയിട്ടും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ബാത്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസ് തന്നെയാണ് ഫ്ലോറിനായിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമേറിയ അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് എടുത്തു വരേണ്ട ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഊഞ്ഞാലെന്ന് പറയുമ്പോഴത്തേക്കും. നല്ല മനോഹരമായ ഒരു രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വുഡൻ പാറ്റേണും കാര്യങ്ങളൊക്കെ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് എല്ലാം വരുന്നുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനാക്കി കൊടുത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയ അയൺ ബാർസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു എലിവേഷനിൽ നല്ല അടിപൊളിയായിട്ടുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടുന്നുണ്ട്. ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് ഗ്ലാസും അതുപോലെ തന്നെ സ്റ്റീലിലെ ബാർസുമാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബാൽക്കണിയുടെ ഒരു വിശേഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഔട്ട്ഡോർ പ്ലാന്റ്സും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം ആ ഒരു ചുമരിൽ നിന്ന് കവർ ചെയ്താണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ 4 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 95 ലക്ഷമാണ് നമുക്ക് ചോദിക്കുന്നത്. 95 lakhs ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് തികച്ച് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് കൂടെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ പ്രൈസ് ഡീറ്റെയിൽസ് സംസാരിക്കാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ടോ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.